കേരളം വലിയൊരു പരിവർത്തനത്തിലാണ്. വിജ്ഞാന സമ്പദ്ഘടനയിലേക്കുള്ള പരിവർത്തനം. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുന്നുപാധി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെ ശരിക്കും ഇന്ത്യയിൽ നിന്നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. അതിനുതകുന്ന ഒട്ടേറെ പരിഷ്കാര നടപടികൾ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി നൈപുണ്യ പരിശീലനം നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞാൽ പഠിക്കുന്ന അവസാന വിദ്യാർത്ഥികളെല്ലാം ഏതെങ്കിലും ഒരു നൈപുണ്യം ആർജിച്ചിട്ടായിരിക്കും തൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് പുറത്തു വരിക. എങ്ങനെയാണിത് ചെയ്യുക? ഇത് സംബന്ധിച്ച് ഒരു നൂതന പരീക്ഷണത്തിന് കേരളം വേദിയായിരിക്കുകയാണ്. വിജ്ഞാന കേരളത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ അവസാന വർഷം പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെ കോളേജുകളിൽ, അതുപോലെ പോളിടെക്നിക്കുകളിൽ, ITകളിൽ, ഇവിടെയെല്ലാം അവസാന വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉറപ്പായിട്ടും ജോലിയിലേക്ക് നയിക്കുന്ന ഒരു സ്കിൽ കോഴ്സ് പഠിപ്പിക്കാൻ ഈ വർഷം നമ്മൾ ഒരുമ്പെടുകയാണ്. ഉയർന്ന കോഴ്സുകൾക്ക് പഠിക്കാൻ പോകേണ്ടവർക്ക് ആ പഠിത്തത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടരാം. വളരെ ഉയർന്ന നൈപുണ്യയുടെ അടിസ്ഥാനത്തിൽ ഉന്നത ജോലികൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അത് ചെയ്യാം. അതോടൊപ്പം ബാക്കിയുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും കോളേജ് പഠനം തീരുമ്പോൾ ഒരു ജോലി വേണം. ആ ജോലിക്ക് വേണ്ടി പഠിക്കാനൊരു സന്ദർഭം ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നടപ്പാക്കുന്നതിന് ചില പുതിയ പുതുമകളുണ്ട്. ഒന്ന്, ഓരോ കോളേജും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനവും ആയിരിക്കും അവരുടെ കാര്യം തീരുമാനിക്കുക. എന്ത് ജോലികൾ, എന്ത് കോഴ്സുകൾ, ആരൊക്കെ മെൻറ്റർമാർ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ സ്രോതസ്സ് പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കും. അവരെ നമ്മൾ ബന്ധപ്പെട്ട് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് തൊഴിലുകൾ ലഭ്യമാണോ എന്ന് അന്വേഷിക്കും. സമാഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ തൊഴിലുകളിൽ നിന്ന് ഏതൊക്കെ തൊഴിലുകൾക്കാണോ പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വിദ്യാർത്ഥിക്ക് തീരുമാനിക്കാം, കോളേജിന് തിരഞ്ഞെടുക്കാം. അവരെങ്ങനെ പഠിപ്പിക്കാം? ട്രെയിനിങ് ഏജൻസീസ് മാത്രമല്ല, വലിയൊരു സൈന്യം മെൻറ്റേഴ്സിനെ കൂടി നമ്മൾ തയ്യാറെടുപ്പിക്കുകയാണ്. ഏത് പൂർവ്വ വിദ്യാർത്ഥിക്കും ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ, അക്കാഡമിക് ആണെങ്കിൽ, കോളേജിലെ നൈപുണ്യ പരിശീലനത്തിൽ മെൻറ്ററായി മാറ്റാം. ഇത്തരത്തിലുള്ള വലിയൊരു ജനകീയ പരിപാടിയാണ്. മുഴുവൻ കുട്ടികളെയും നൈപുണ്യ സാക്ഷരരാക്കാൻ വേണ്ടിയുള്ള പുതിയൊരു ജനകീയ പ്രസ്ഥാനത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീരുമാനങ്ങളെടുക്കുക അതത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിന് നേതൃത്വം നൽകുക ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. അതുപോലെ തന്നെ നൈപുണ്യ തൊഴിൽ വകുപ്പും ഇതിന് നേതൃത്വം നൽകുന്നു. KDISC തൊഴിലുകൾ സമാഹരിച്ചെത്താൻ സഹായിക്കുന്നു, മെൻറ്റർമാരെ കണ്ടുപിടിക്കുന്നു, അതുപോലെ തന്നെ സ്കിൽസ് കോഴ്സുകൾക്കുള്ള പരിശീലനത്തിനുള്ള പിന്തുണ നൽകുന്നു. അങ്ങനെ കേരളം വലിയൊരു ജനകീയ പരീക്ഷണത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. 3.5 ലക്ഷം കുട്ടികളാണ് നൈപുണ്യ പരിശീലനത്തിൽ പങ്കാളികളാവുന്നവർ. അവരെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 50,000 വരുന്ന മെൻറ്റർമാരുടെ സന്നദ്ധ പ്രവർത്തകർ ഓരോ കോളേജിലെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും എല്ലാമുള്ള പിന്തുണ നേതൃത്വം നൽകുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ലേബർ വകുപ്പും. ഇതിന് KDISC തൊഴിലുകളെ സമാഹരിച്ചു നൽകുന്നു, മെൻറ്റർമാരുടെ പ്രവർത്തനത്തേക്ക് ഉപയോഗിക്കുന്നു, കോഴ്സുകൾ ഡിസൈൻ ചെയ്ത് നൽകുന്നു. നാട്ടുകാർ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അണിനിരക്കുന്നു. ഇത്തരത്തിൽ
40 വർഷം മുമ്പ് കേരളത്തിൽ നടന്ന സാക്ഷരതാ പ്രസ്ഥാനം പോലെ ഒരു പുതിയ ജനകീയ നൈപുണി പ്രസ്ഥാനത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു.